നിശബ്ദമായിട്ടൊഴുകുന്ന വേമ്പനാട്ട് കായലിൽ അതിനേക്കാൾ നിശബ്ദതയിൽ ഒരു പച്ചത്തുരുത്ത്. 28.5 ഹെക്ടർ ഏരിയയിൽ വിശാലമായി കിടക്കുന്ന കണ്ടൽ ചെടികളുടെയും അപൂർവ ഇനം പക്ഷികളുടെയും ഒക്കെ കേന്ദ്രമായ അതിമനോഹരമായ ഒരു ദ്വീപ് പാതിരാമണൽ. നമ്മളിപ്പോൾ പാതിരാമണലിലാണ്. നിങ്ങൾ ഒരു നിമിഷം ഒന്ന് റീവൈൻഡ് ചെയ്താൽ നമുക്ക് നമ്മുടെ യാത്രയുടെ ആദ്യഘട്ടം മുതൽ കാണാം. കുമരകത്ത് നിന്നാണ് ഞങ്ങൾ ബോട്ടിൽ കയറുന്നത്. കുമരകത്ത് നിന്ന് 4 കിലോമീറ്ററോളമാണ് പാതിരാമണലിലേക്കുള്ള ദൂരം. ബോട്ടിലെ യാത്ര അത് കായലിലൂടെ കാഴ്ചകളൊക്കെ കണ്ട് പാട്ടും മാട്ടവും ഒക്കെ ആയുള്ള രസിച്ച് ഒരു മണിക്കൂറോളമുള്ള യാത്രയിൽ നമുക്ക് പാതിരാമണലിലേക്ക് എത്താം. ഞങ്ങൾ യാത്ര ചെയ്യുന്നത് ഒരു ഹൗസ് ബോട്ടിലല്ല. ഹൗസ് ബോട്ട് എന്ന് പറയുമ്പോൾ അത് പ്രത്യേക മുറികളും മറ്റ് സജ്ജീകരണങ്ങളും ഒക്കെയുള്ള വലിയ സംവിധാനമാണ്. ഇതിന് നമുക്ക് ഷിക്കാര എന്ന് വിളിക്കാം. യഥാർത്ഥത്തിൽ ഷിക്കാര കാശ്മീർകാരനാണ്. ദാൽ തടാകത്തിൽ 6 മുതൽ 8 വരെ ആളുകൾ യാത്ര ചെയ്യുന്ന ആ ബോട്ടുകൾക്കാണ് ഷിക്കാര ബോട്ടുകൾ എന്ന് വിളിക്കുന്നത്. ഇത് അതിന്റെ ഒരു പരിഷ്കരിച്ച രൂപം എന്ന് നമുക്ക് വേണമെങ്കിൽ കരുതാം. എന്തായാലും കായലിലേക്ക് യാത്ര കടക്കുമ്പോൾ ഷിക്കാര ബോട്ടുകളിലെയും ഒരു പ്രത്യേകത, നമുക്ക് ചെറിയ കളികളും പാട്ടും അങ്ങനെ ആവേശത്തോടെ ആസ്വദിച്ചൊരു യാത്രയ്ക്ക് ഉതകുന്ന സംവിധാനങ്ങളൊക്കെ ഇതിലുമുണ്ട്. കൂട്ടുകാരോ കുടുംബങ്ങളോ ഒക്കെ ഒന്നിച്ചുള്ള യാത്രകളുടെ പ്രത്യേകത യാത്രയിലെ കാഴ്ചകളും പുതിയ അനുഭവങ്ങളും മാത്രമല്ല, എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് ചെറിയ കളികളും തമാശകളും ഒക്കെയായി പാട്ടൊക്കെ പാടി ആസ്വദിച്ച് ഒരു ദിവസം ചെലവഴിക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ 1 മണിക്കൂറോളം ബോട്ടിൽ പാട്ടും ചിരിയും തമാശകളും ഒക്കെയായി ചിലവഴിച്ച് ഞങ്ങൾ പാതിരാമണൽ ദ്വീപിലേക്ക് എത്തിയിരിക്കുന്നു. ഇതിന് അനന്തപത്മനാഭൻ തോപ്പ് എന്നൊരു പേര് കൂടി ഉണ്ട് കേട്ടോ. 20 രൂപയാണ് പ്രവേശന ഫീസ്. ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഏകോപിപ്പിക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ മുഹമ്മ പഞ്ചായത്താണ്. മുഹമ്മ ബോട്ട് ജെട്ടിയിൽ നിന്ന് നോക്കിയാൽ പാതിരാമണൽ കാണാം. കേവലം 1.5 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. ഇവിടെ എത്തിയാൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇനം ഈ പച്ചപ്പിന്റെ ജൈവ വൈവിധ്യത്തിന്റെ ഇടയിലൂടെയുള്ള ഈ നടപ്പാണ്. 150-ലധികം തരം വ്യത്യസ്ത ഇനം പക്ഷികളാണ് ഇവിടെയുള്ളത്. ചിലന്തികൾ മാത്രം 23 ഇനമുണ്ട്. പൂമ്പാറ്റകളെ കുറിച്ച് പറയുന്നത് 30-ലധികം ഇനം പൂമ്പാറ്റകളെ കൃത്യമായി ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. മത്സ്യസമ്പത്തിനും വളരെ പ്രസിദ്ധമാണ്. 44 ഇനം മത്സ്യങ്ങളാണ് ഈ കണ്ടൽ ചെടികൾക്കിടയിലുള്ളത്. വ്യത്യസ്ത ഇനം 160ഓളം ചെടികളെ ഇവിടെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കണ്ടൽ മാത്രമല്ല, എല്ലാ തരത്തിലുമുള്ള ജൈവ വൈവിധ്യത്തിന്റെ ഒരു വലിയ കലവറ തന്നെയാണ് പാതിരാമണൽ. പാതിരാമണൽ എന്നുള്ള ഈ പേര് വളരെ മനോഹരമായ ഒരു പേരാണ്. വില്ലുമംഗലം സ്വാമിയാർ കായലിൽ നിന്നും സൃഷ്ടിച്ചതാണിതെന്നും അത് രാത്രി ആയതുകൊണ്ട് അതിന് പാതിരാമണൽ എന്ന പേര് വന്നെന്നും ഒരു ഐതിഹ്യം. ചെറുപ്പക്കാരനായ മറ്റൊരു ബ്രാഹ്മണൻ സന്ധ്യാ നമസ്കാരത്തിനായി കായലിലേക്ക് ചാടിയപ്പോൾ കായൽ വഴിമാറിക്കൊടുത്ത് ഈ ദ്വീപ് ഉണ്ടായി, അതുകൊണ്ട് പാതിരാമണൽ എന്ന് പേര് വന്നുവെന്ന് മറ്റൊരു കഥ. ഇനി ഇതൊന്നുമല്ല, നട്ടുച്ച സമയത്ത് പോലും ഇവിടുത്തെ സസ്യസമ്പത്തിനാലും മരങ്ങളുടെ ഇടതൂർന്ന് നിൽക്കുന്ന ഇലകളാലും സൂര്യപ്രകാശം താഴേക്ക് എത്താത്തതിനാൽ എപ്പോഴും പാതിരാവിലെ രാത്രിയിലെ പോലെ ഇവിടുത്തെ മണൽ തിളങ്ങിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് പാതിരാമണൽ എന്ന പേര് വന്നതെന്ന് മറ്റൊരു പറച്ചിൽ. കഥകൾ എത്രയൊക്കെ വ്യത്യസ്തമായാലും ശരി, ഇന്ന് ലോക തണ്ണീർത്തട സംരക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള റാംസാർ സൈറ്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇടങ്ങളിൽ ഒന്നാണ് വേമ്പനാട്ട് കായലിലെ കണ്ടലും മറ്റ് ജൈവ വൈവിധ്യങ്ങളും ഏറെ തിങ്ങി നിൽക്കുന്ന ഈ പാതിരാമണൽ ദ്വീപ്. ഇപ്പോൾ ഇവിടെ കുട്ടികൾക്കായി പ്രത്യേകം പാർക്കുകളുണ്ട്, ട്രീ ഹൗസ്, ഏറുമാടങ്ങൾ, അങ്ങനെയുള്ള സജ്ജീകരണങ്ങളൊക്കെ ഉണ്ട്. എല്ലാത്തിനും ഉപരി കാടിന്റെ വിവിധ ഭാഗങ്ങളിൽ സജ്ജീകരിച്ചിരിക്കുന്ന ഊഞ്ഞാലുകളുണ്ട്. ചുരുക്കി പറഞ്ഞാൽ തിരക്കിനിടയിൽ നമുക്ക് ഒന്ന് വന്ന് ചിലവഴിച്ച് സന്തോഷത്തോടെ തിരിച്ചു പോകാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ഇടങ്ങളിൽ ഒന്നായി തന്നെ ഈ ദ്വീപിനെ നമുക്ക് കാണാം.